എല്ലാവർക്കും നമസ്കാരം. ഒരു നിമിഷം. ഈ വീഡിയോ നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ ഇപ്പോൾ വരാനൊരു പ്രത്യേക കാരണമുണ്ട്. ഈ പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന വ്യക്തമായ സൂചനയാണിത്. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ വ്യക്തി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. ഇത് വെറും മാന്ത്രികമല്ല, സയൻറ്റിഫിക്കലി തെളിയിക്കപ്പെട്ട ഒരു പവർഫുൾ ടെലിപ്പതിയാണെന്നാണ് പറയുന്നത്. ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു എനർജി എക്സ്ചേഞ്ച് ആണ്. ഇതിൻ്റെ പോസിറ്റീവ് എനർജി ഇപ്പോൾ തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ 3 ലളിതമായ കാര്യങ്ങൾ ചെയ്യുക. ആദ്യം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പോസിറ്റീവ് വൈബ്സ് ലോക്ക് ചെയ്യുക. രണ്ടാമത്തേത്, ഒട്ടും മടിക്കാതെ ആ വ്യക്തിയുടെ പേരിൻ്റെ ആദ്യ അക്ഷരം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എനർജി യൂണിവേഴ്സിലേക്ക് കണക്റ്റ് ആവാൻ ഇത് വേണം. മൂന്നാമത്, പൂർണ്ണമായ വിശ്വാസത്തോടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഇതിനിടയിൽ നിങ്ങൾ കാണുന്ന ഓരോ ഉദാഹരണവും നിങ്ങളുടെ മനസ്സിനെ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ടെലിപ്പതി? പലരും വിചാരിക്കുന്നത് ടെലിപ്പതി എന്ന് പറഞ്ഞാൽ മന്ത്രവാദമോ ആർക്കും ചെയ്യാൻ പറ്റാത്ത എന്തോ ഒന്നാണെന്നാണ്. എന്നാൽ നമ്മൾ അറിയാതെ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാണിത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വീട്ടിലിരുന്ന് പെട്ടെന്നൊരു പഴയ കൂട്ടുകാരനെ കുറിച്ച് ഓർക്കുകയാണ്. അവനിപ്പോൾ എവിടെയായിരിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യുകയായിരിക്കും എന്ന് ചിന്തിച്ച് ഫോൺ കയ്യിലെടുക്കുമ്പോഴേക്കും ദാ വരുന്നു, അതായത് ആ വ്യക്തിയുടെ കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ്. നമ്മൾ അത്ഭുതത്തോട് ചോദിക്കും, ഞാൻ ഇപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്തതേ ഉള്ളൂ എന്ന്. ഇത് യാദൃശ്ചികമല്ല, ഇതാണ് ടെലിപ്പതി. ഇനി അടുത്ത ഒരു ഉദാഹരണം കൂടി പറയാം. നിങ്ങൾ ദൂരെ എവിടെയോ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ അപകടം അല്ലെങ്കിൽ വിഷമം ഉണ്ടായാൽ നാട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുകയോ അല്ലെങ്കിൽ തനിയെ ഫോൺ വിളിച്ച് മോനെ അല്ലെങ്കിൽ മോളെ സുഖമാണോ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയോ ചെയ്യാറുണ്ട്. ഇവിടെ റേഡിയോ തരംഗങ്ങൾ പോലെ നിങ്ങളുടെ മനസ്സിലെ വിഷമം അമ്മയുടെ മനസ്സിലേക്ക് ടെലിപ്പത്തിക് എനർജിയായി സഞ്ചരിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഓരോ ചിന്തകൾക്കും ഓരോ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട്. നമ്മുടെ റേഡിയോയിൽ ഒരു പ്രത്യേക ചാനൽ കിട്ടാൻ നമ്മൾ കൃത്യമായ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാറില്ലേ? അതുപോലെയാണ് മനുഷ്യ മനസ്സും. നിങ്ങളൊരു കടയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പുറകിൽ ആരോ ഒരാൾ നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അവർ ശബ്ദമുണ്ടാക്കുന്നില്ല, നിങ്ങളെ തൊടുകയും ഇല്ല. എങ്കിലും പെട്ടെന്നൊരു ഉൾപ്രേരണ കൊണ്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കും. അവിടെ ആ വ്യക്തിയുടെ നോട്ടത്തിലെ എനർജി തരംഗങ്ങൾ നിങ്ങളുടെ മനസ്സ് സ്വീകരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഒരു പ്രത്യേക പാട്ട് മനസ്സിൽ മൂളിക്കൊണ്ട് നടക്കുകയാണെന്ന് വിചാരിക്കുക. തൊട്ടടുത്ത നിമിഷം നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തോ സഹോദരങ്ങളോ ഇതേ പാട്ട് ഉച്ചത്തിൽ പാടാൻ തുടങ്ങുന്നു. നിങ്ങൾ ചോദിക്കും, നീ എങ്ങനെ ഈ പാട്ട് പാടി? ഞാനിത് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ എന്ന്. ഇവിടെ നിങ്ങളുടെ ചിന്തകളുടെ വൈബ്രേഷൻ അവരിലേക്ക് എത്തിക്കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി, അത് നിങ്ങളുടെ പ്രണയതാവാം, അല്ലെങ്കിൽ പിണങ്ങിപ്പോയ സുഹൃത്താവാം, അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന ആരുമാകാം. അവരെക്കുറിച്ച് മാത്രം മനസ്സിൽ വിചാരിക്കുക. കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരിക്കുക. അവർ നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ചിരിച്ച് സംസാരിക്കുന്ന ഒരു രംഗം മനസ്സിൽ കാണുക. അവർ നിങ്ങളോട് മുൻപ് സ്നേഹത്തോടെ പറഞ്ഞൊരു വാക്ക് അല്ലെങ്കിൽ അവരുടെ ചിരി ഓർത്തെടുക്കുക. നീ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുക. നമ്മൾ വീണ്ടും സംസാരിക്കാൻ പോകുന്നു എന്നൊരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരു വെള്ളി വെളിച്ചമായി അവരുടെ മനസ്സിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ഒരു പ്രധാന കാര്യം പറയാം. അവൻ എന്നെ വിളിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവൾക്ക് എന്നോട് ദേഷ്യമാണോ എന്നുള്ള നെഗറ്റീവ് ചിന്തകൾ പൂർണ്ണമായും മാറ്റുക. കാരണം ഞാൻ നെഗറ്റീവ് ചിന്തിച്ചാൽ ആ നെഗറ്റീവ് എനർജിയാണ് അവരിലേക്ക് എത്തുക.
പകരം അവർ ഇപ്പോൾ നിങ്ങളെ സ്നേഹത്തോടെ ഓർക്കുന്നു എന്ന് മാത്രം ഉറച്ച് വിശ്വസിക്കുക. പ്രപഞ്ച നിയമം ഒരിക്കലും തെറ്റാറില്ല. നിങ്ങൾ നൽകുന്ന ശുദ്ധമായ സ്നേഹവും പോസിറ്റീവ് എനർജിയും ആ വ്യക്തിയിൽ എത്തിക്കഴിഞ്ഞു. സംശയങ്ങളൊന്നുമില്ലാതെ പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുക. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ആ അത്ഭുതം നിങ്ങളെ തേടി വരും. റിസൾട്ട് കിട്ടുമ്പോൾ മറക്കാതെ വന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ പോസിറ്റീവ് എനർജി നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. എല്ലാവരിലും സന്തോഷം നിറയട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. അടുത്തൊരു കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.